പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ജൂൺ മാസം 28 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ കാത്തു പരിപാലിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പകൽക്കാലം നമ്മൾ രാവിലെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ പകൽക്കാലവും ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി കർത്താവ് നടത്തുന്നതിന് സ്തോത്രം. അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിക്കുകയും അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്ന വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങ് ഇന്ന് ഞങ്ങളെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ ചിറകിൻ്റെ മറവിൽ മറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾക്ക് മറവിടമായി ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. 92 സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. പപ്പ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതോർത്ത് ഒരിക്കലൂടെ സ്തോത്രം. രാത്രി ഞങ്ങളെ കരുതിയതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തോടെ ഉണർത്തിയതോർത്ത് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. അപ്പം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ദൈവാത്മാവിൻ്റെ വലിയൊരു സന്ദർശനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. ഇന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവിക അനുഭവങ്ങളെ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആശ്വാസപ്രദനായവൻ തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചാട്ടെ, സമാധാനിപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, ആരോഗ്യം വ്യാപരിക്കട്ടെ. അമേൻ. ആയുസ്സും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. അമേൻ. ജീവിതത്തിൽ കർത്താവേ, അമേൻ അമേൻ ജീവനോട് പോരാടുന്ന ചില കേസുകൾ ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. അമേൻ. ഹല്ലേലൂയ. ആയുസ്സിനോട് പോരാടുന്ന ചിലത് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറുകയും അമേൻ ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരത്തക്കവണ്ണം ദൈവിക ഇടപെടൽ നടക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ. അതുപോലെ സാമ്പത്തികമായ വിഷയങ്ങളിൽ ദൈവിക അത്ഭുതങ്ങളെ ചെയ്യണമേ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണമേ. കർത്താവേ, സാമ്പത്തികമായ ഭയങ്കര തകർച്ചയുടെ നടുവിൽ കുടുംബങ്ങളായി കഴിയുന്നവർ, അമേൻ, വാടക കൊടുക്കുവാൻ കയ്യിൽ പൈസയില്ല. കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാൻ പൈസയില്ല. അമേൻ, എന്ത് ചെയ്യണമെന്ന് അറിയാമേലാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹിമ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അസാധാരണമായ ചില പ്രവൃത്തികൾ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. വിധവയുടെ വീട്ടിൽ അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് ചില ഭവനങ്ങൾക്കകത്ത് യേശുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതകരമായ സൂപ്പർ നാച്ചുറൽ റിസോഴ്സുകൾ ഉണ്ടാകട്ടെ. സൂപ്പർ നാച്ചുറലായ ചില പ്രവൃത്തികൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ.
അതുപോലെ കർത്താവ് മറ്റാവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകത്തെമ്പാടും നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെയും കർത്താവ് അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ന് മിഡിൽ ഈസ്റ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ആരാധനയും ദൈവിക മഹിമ വെളിപ്പെടണമേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കർത്താവിൻ്റെ മഹത്വം ആമേൻ മിഡിൽ ഈസ്റ്റിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പോൾ നമ്മുടെ സഭായോഗത്തെയും ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സഭായോഗം ഇന്ത്യൻ സമയം 8:15 ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ആമേൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മാർക്ക് ചാപ്റ്റർ 1:2. അവൻ ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും, അവൻ നിനക്കായി വഴി ഒരുക്കും. അത് നമുക്കറിയാം. യേശു ക്രിസ്തുവിന് മുമ്പേ ആമേൻ യോഹന്നാൻ്റെ വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ യോഹന്നാനെക്കുറിച്ച് പറയുന്നതായ ഒരു വേദഭാഗമാണ്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ വിശ്വസിക്കുന്നു, ഒരു ദൈവ പൈതലിന് മുമ്പേ എപ്പോഴും ദൈവത്തിൻ്റെ ദൂതൻ വഴിയൊരുക്കും. ഒരു ദൈവ പൈതലിൻ്റെ മുമ്പേ, ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ മുമ്പിൽ എപ്പോഴും ദൈവ പൈതൽ അവിടെ എത്തുന്നതിന് മുമ്പ്, ദൈവ പൈതൽ പോകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ദൂതൻ അവന് മുമ്പായി പോവുകയും അവന് വേണ്ടി വഴി ഒരുക്കുകയും ചെയ്യും. അപ്പം നമുക്ക് വിശ്വാസത്തോടെ അത് ഓർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയണം. കർത്താവേ, നീ എനിക്ക് മുമ്പായി അങ്ങയുടെ ദൂതനെ അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. വഴികളെ തുറക്കുവാൻ ദൂതൻ എനിക്ക് മുമ്പേ ആ രാജ്യത്തിലേക്ക് പോയിരിക്കുന്നതിനായിട്ട് സ്തോത്രം, അല്ലെങ്കിൽ ആ ദേശത്തേക്ക് പോയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. നമുക്കും എപ്പോഴും നമ്മുടെ കർത്താവ് നമുക്ക് മുൻപേ ഉണ്ട്. അത് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുമ്പേ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പേ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നമ്മൾ മുന്നേറുന്നതെങ്കിൽ നമുക്ക് മുൻപേ കർത്താവ് എപ്പോഴുമുണ്ട്. അവൻ ആവർത്തനം 31:3 ഇങ്ങനെ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും. അപ്പം നമുക്ക് മുൻപേ കടന്നു പോകുന്ന ഒരു കർത്താവുണ്ട്. നമുക്ക് മുമ്പേ കർത്താവിൻ്റെ ദൂതൻ കടന്നു പോകും, നമുക്ക് മുമ്പേ കർത്താവ് കടന്നു പോകും. കാരണം നമ്മൾ പോകുന്നതിന് മുമ്പ്, നമ്മൾ ഏത് വഴികളിലൂടെ പോകുമ്പോഴും, നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും നമുക്ക് വിശ്വസിക്കാം, നമുക്ക് മുമ്പേ കർത്താവ് അത് പോയിരിക്കും. നമുക്ക് മുമ്പേ കർത്താവ് അത് നോക്കിയിരിക്കും. നമുക്ക് മുമ്പേ കർത്താവ് അത് കണ്ടിരിക്കും. കർത്താവ് തൻ്റെ ദൂതനെ നമുക്ക് മുമ്പേ അയച്ച് കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ ആവർത്തനം 31:8 പറഞ്ഞു, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. അവിടെയും പറയാം, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. താങ്ക് യു ലോർഡ്. അങ്ങ് തന്നെ ഞങ്ങൾക്ക് മുമ്പായി പോകുന്നതിന് സ്തോത്രം, ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം, ഞങ്ങളെ കൈവിടാതെ, ഞങ്ങളെ ഉപേക്ഷിക്കാതെ, ഞങ്ങൾ ആമേൻ ആമേൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. എപ്പോഴും നമുക്ക് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ, യേശു ക്രിസ്തുവിൽ ഈ വചനം നമ്മുടെ അവകാശമാണ്. അപ്പം നമുക്ക് ഏത് സാഹചര്യത്തിൽ, നിങ്ങൾ വാഹനത്തിലേക്ക് കയറിയിരിക്കുമ്പോൾ പറയാം, എനിക്ക് മുമ്പേ അങ്ങ് പോയിരിക്കുന്നതിന് സ്തോത്രം, എനിക്ക് മുമ്പേ അങ്ങയുടെ ദൂതനെ അയച്ചിരിക്കുന്നതിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ അവൻ വേറൊരു ഭാഗത്ത് സങ്കീർത്തനത്തിൽ പറയുന്നത്, സകല വഴികളിലും നിന്നെ സൂക്ഷിപ്പാൻ ഞാൻ എൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അവൻ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് യാത്ര ചെയ്യേണ്ടതായ സകല കാര്യങ്ങളും കർത്താവ് കണ്ടു കഴിഞ്ഞു. കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ ദൂതനെ തനിക്ക് മുമ്പേ, ആമേൻ, നമ്മൾക്ക് മുമ്പേ നിങ്ങൾ ഏതൊക്കെ വഴികളിലൂടെ യാത്ര ചെയ്യാനുണ്ടോ ആ വഴികളെല്ലാം മാർക്ക് ചെയ്ത് ദൂതന്മാർ ഓൾറെഡി ആ വഴികളിൽ സദാ ജാഗരൂകരായി നിൽക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ? അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പോയി കഴിഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു പക്ഷേ വഴി അറിയുന്നത്. പക്ഷേ നിങ്ങൾ പോകുന്ന ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളെല്ലാം ഓൾറെഡി സ്വർഗം പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ദൂതനെ കൽപ്പിച്ചാക്കി കഴിഞ്ഞു. അവിടെ എല്ലാം ദൂതൻ നിങ്ങൾക്ക് മുമ്പേ പോയി കഴിഞ്ഞു. വിശ്വാസമുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാണ്. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത്. യെശയ്യാവ് 45:2 പറഞ്ഞ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ കർത്താവ് എന്ത് ചെയ്യും? നീക്കിത്തരും. അതിനാണ് മുമ്പേ വഴിയൊരുക്കുക എന്ന് പറഞ്ഞത്. ഇപ്പം യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ കുറിച്ച് പറഞ്ഞതാ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദൂതനെ അയക്കും, അവൻ വഴിയൊരുക്കും. വഴിയൊരുക്കുമെന്ന് പറഞ്ഞാൽ യേശു നടക്കാനുള്ള വഴികളല്ല ഒരുക്കുന്നത്, പിന്നെയോ ജനത്തിൻ്റെ ഹൃദയത്തെ ആമേൻ ഒരുക്കുക ചെയ്തത്. ഇതുപോലെ നമ്മുടെ എന്ത് ആവശ്യമാണോ
അതനുസരിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് നമുക്ക് മുൻപേ അയക്കുന്ന ദൂതന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ആമേൻ. യെശയ്യാ 55:12 പറയുന്നത്, നിങ്ങൾ ബദ്ധപ്പാടോടെ പോവുകയില്ല, ഓടിപ്പോവുകയില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ആമേൻ. ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. മുൻപിൽ പിന്നിൽ എല്ലാം കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. പിതാവേ, ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് മുൻപേ പോകുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ വഴികളെ മുൻകണ്ട് തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ആമേൻ മുമ്പേ നടക്കുകയും ഞങ്ങൾക്ക് പിൻപടയായിരിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ സകല വഴികളിലും അങ്ങയുടെ കൃപ കൂടെ ഇരിക്കട്ടെ. അവരുടെ സകല വഴികളിലും അങ്ങയുടെ ദൂതന്മാർ മുൻപേ പോകട്ടെ. എല്ലാം ഓൾറെഡി കർത്താവ് മാർക്ക് ചെയ്ത് വെച്ചതിന് സ്തോത്രം. സകല മഹത്വം പുകഴ്ചാപ്പയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. ആമേൻ. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. God bless you. God bless you.